ഇതുപോലെ ചെയ്യണമെങ്കിൽ ബണ്ണ് നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇഡ്ഡലി മോൾഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് വെച്ച ഈ സോഫ്റ്റ് ബണ്ണിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇളം ചൂടുള്ള അരക്കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യണം. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ ലൂസായിരിക്കുന്ന മാവ് കൗണ്ടർ ടോപ്പിലിട്ട് അതിലേക്ക് മൈദ, ഓയിൽ ഇവ ആവശ്യാനുസരണം ചേർത്ത് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. ഇനി ഈ മാവ് ഡബിളായി പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതായത് 1 or 2 hour വെയിറ്റ് ചെയ്യണം. പൊങ്ങി വന്ന മാവിനെ കുഴച്ച് കട്ട് ചെയ്ത് ബണ്ണിന്റെ ഷേപ്പിലാക്കി ഇഡ്ഡലി മോൾഡിൽ വെച്ച് കൊടുക്കണം. ഇത് അഗെയിൻ 1/2 to 1 hour പൊങ്ങി വരാൻ വെയിറ്റ് ചെയ്യണം. ബേക്ക് ചെയ്യുന്നതിന് മുന്നേ അതിലേക്ക് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് വെളുത്ത വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ ഭാഗത്തുനിന്ന് ഹീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പ്രത്യേകം ഉണ്ടാക്കിയ ഓവൻ സെറ്റപ്പിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഫുൾ വീഡിയോ കാണാനാണെങ്കിൽ ഡീറ്റെയിൽസ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുന്നതിനെ കണ്ടു നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി.